Good morning dear students, welcome to today's online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ക്രാപ്പ് നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണെന്ന് നമുക്ക് ക്ലാസ് തുടങ്ങേണ്ടത്. അതിന് മുൻപായിട്ട് എന്താണ് സ്ക്രാപ്പ് എന്നൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം, പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്കറിയാം നോർമൽ ലോസ് എന്ന് പറയുന്നത് മുൻകൂട്ടി കണക്കാക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച്, പ്രൊഡക്ഷൻ മേഖലയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച്, പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച്, നമ്മുടെ മുൻപത്തെ റെക്കോർഡുകൾ വെച്ച് നമ്മൾ എന്ത് കണക്കാക്കുന്നു, പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എന്ത് കണക്കാക്കുന്നു, നോർമൽ ലോസ് കണക്കാക്കുന്നു. നോർമൽ ലോസ് രണ്ട് തരത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. ചില കേസുകളിൽ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. അതായത് വരുന്ന ലോസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് നീരാവിയായിട്ടോ അല്ലെങ്കിൽ അത് ചെറിയ പൊടിയായിട്ടൊക്കെ അത് പോകുന്നു. അതിനെ വെയിറ്റ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കേസുകളിൽ അല്ലെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് എന്തായിട്ട് കിട്ടുന്നു, വെയിറ്റ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് അസസ് ചെയ്യാൻ പറ്റുന്നു, വെയിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നു. ആ വെയിറ്റ് സെയിലബിളാണ്, വിത്തൗട്ട് എനി ഫർദർ പ്രോസസ്സിങ് അത് സെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അതായത് മറ്റ് പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ആ വേസ്റ്റായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ സ്ക്രാപ്പായിട്ട് കിട്ടുന്ന യൂണിറ്റ്സ് നമുക്ക് സ്ക്രാപ്പിന് വിൽക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന വെയിറ്റ് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ലോസ് യൂണിറ്റ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അത് സെയിലബിളാണ്. ദെൻ അത് വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ് അത് സെയിലബിളാണ്. അപ്പോൾ അങ്ങനെ സെയിലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്ക്രാപ്പ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ചെറിയൊരു വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നു. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ 5 യൂണിറ്റ് ലോസ് ഇൻ വെയിറ്റ് ആയിട്ടും 10 യൂണിറ്റ് സ്ക്രാപ്പ് യൂണിറ്റ് ആയിട്ടും വരുന്നു. 10 യൂണിറ്റ് അല്ല, 5 യൂണിറ്റ് എന്ന് പറയുന്ന 5% ഓഫ് യൂണിറ്റ്സ്. 5% ഈസ് ട്രീറ്റഡ് ആസ് ലോസ് ഇൻ വെയിറ്റ് ആൻഡ് 10% ഈസ് ട്രീറ്റഡ് ആസ് സ്ക്രാപ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ 1000 ഇൻപുട്ട്. 1000ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% 100 നമുക്കറിയാം. 5% 50 യൂണിറ്റ്. 50 യൂണിറ്റ് നമ്മൾ ലോസ് ഇൻ വെയിറ്റ് ആയിട്ട് എഴുതി. 10 യൂണിറ്റ് സ്ക്രാപ്പാണ്. അതിന് ഓരോ രൂപ നമുക്ക് സ്ക്രാപ്പായിട്ട് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ 1000 യൂണിറ്റിൻ്റെ 10% 100 യൂണിറ്റ് നമ്മൾ യൂണിറ്റ് കോളത്തിലും 1 രൂപ സ്ക്രാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100 യൂണിറ്റിനെ 1 രൂപ വെച്ച് കിട്ടുമ്പോൾ ആ 100 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്ന സ്ക്രാപ്പിൻ്റെ എമൗണ്ട് 100 രൂപ നമ്മുടെ എന്തിൽ നിന്ന് കുറയുന്നു? പ്രൊഡക്ഷൻ കോസ്റ്റിൽ നിന്ന് കുറയുന്നു. അത് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറച്ചെങ്കിലും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഇന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 40 എക്സാമ്പിൾ 4 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി പാസസ് ത്രൂ 2 പ്രോസസ്സസ് എ ആൻഡ് ബി ആൻഡ് ദെൻ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. 3 പ്രോസസ്സാണുള്ളത്, എയും ബിയും, പിന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. 2 പ്രോസസ്സാണുള്ളത്. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ഇൻ ഈച്ച് പ്രോസസ് 5% ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് പുട്ട് ഇൻ ഈസ് ലോസ്റ്റ് ആൻഡ് 10% ഈസ് സ്ക്രാപ്പ് വിച്ച് റിയലൈസ് ₹80 per ton ആൻഡ് 200 per ton റെസ്പെക്റ്റീവ്ലി. സ്ക്രാപ്പ് വരുന്നത് 10% ഇൻപുട്ടിൻ്റെ. ലോസ് ഇൻ വെയ്റ്റ് വരുന്നത് 5%. സ്ക്രാപ്പ് വാല്യൂ വരുന്നത് ആദ്യത്തെ പ്രോസസ്സിലെ പ്രോസസ്സ് എയിലെ 80 രൂപയും പ്രോസസ്സ് ബിയിലെ 200 രൂപയുമാണ്. ദ പ്രോസസ് ഫിഗേഴ്സ് ആർ ആസ് ഫോളോസ്. പ്രോസസ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അത് എമൗണ്ടുകളാണ്, ഞാൻ വായിക്കേണ്ട കാര്യമില്ല. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ്സസ് ആൻഡ് കോസ്റ്റ് പെർ ടൺ. ഓരോ പ്രോസസ്സിൻ്റെയും ഔട്ട്പുട്ട് കോസ്റ്റ് കണക്കാക്കണം, കോസ്റ്റ് പെർ ടണ്ണ് കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഇത് സോൾവ് ചെയ്യാം.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാപ്പ് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ്റെ സമ്മറി ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം, സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം നമുക്കറിയാമല്ലോ എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ഇവിടെ യൂണിറ്റ്സ് ടൺസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ടണ്ണ് യൂസ് ചെയ്തിട്ടുള്ള 1000 ടൺസ് ആണ്. അപ്പോൾ അവിടെ 1000 എഴുതാം. എന്നിട്ട് അതിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് തൊട്ട് താഴെ തന്നിട്ടുണ്ട്. കോസ്റ്റ് പെർ ടൺ ഇൻ റുപ്പീസ് ഈസ് ഈക്വൽ ടു 125. അപ്പോൾ 125 രൂപയാണ് ഒരു ടണ്ണിന്. അങ്ങനെ 1000 ടണ്ണാണ്. അപ്പോൾ 1,25,000. ദെൻ അടുത്ത ഐറ്റം എക്സ്പെൻസ് നോക്കുക. വേജസ് ഇൻ റുപ്പീസ്. ടു വേജസ് 18,000 ആണ് വേജസിൻ്റെ എമൗണ്ട്. 18,000. പിന്നെ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഇൻ റുപ്പീസ് 6,000. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000. 6,000. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല. ഇനി ആദ്യത്തെ സൈഡ് നോക്കി നോക്കുക. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ഇൻ ഈച്ച് പ്രോസസ് 5% ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് പുട്ട് ഇൻ ഈസ് ലോസ്റ്റ് ആൻഡ് 10% ഈസ് സ്ക്രാപ്പ് വിച്ച് ഈസ് റിയലൈസ്ഡ് ₹80 per ton ആൻഡ് ₹200 per ton റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ടിൻ്റെ 5% വെയ്റ്റ് ലോസും 10% സ്ക്രാപ്പും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബൈ ലോസ് ഇൻ വെയ്റ്റ്. ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ 5%. ബ്രാക്കറ്റിൽ 1000 ആണ് ഇൻപുട്ട്, അതിൻ്റെ 5/100. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 100 ആണ്, 5% എന്ന് പറയുമ്പോൾ 50 യൂണിറ്റാണ് വരിക. അപ്പോൾ യൂണിറ്റിൽ നമ്മൾ 50 എഴുതി വെച്ചു. ഇത് എമൗണ്ട് ഒന്നും റിയലൈസ് ചെയ്യുന്നില്ല, അപ്പോൾ എമൗണ്ട് കൊടുത്തിട്ടുള്ളൊരു ബ്ലാങ്ക് കിട്ടും. അടുത്തത് സ്ക്രാപ്പ് വരുന്നു. വീണ്ടും സ്ക്രാപ്പ് പറഞ്ഞിട്ടുള്ള 10% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഇൻപുട്ട് തന്നെയാണ് വീണ്ടും അവിടെ എടുക്കേണ്ടത്. 1000 ഇൻറ്റു 10/100 ഇൻറ്റു അതിനെ എമൗണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 80 per unit. 80 രൂപ പെർ യൂണിറ്റ് വെച്ച്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റാണ്? 100 യൂണിറ്റാണ്. 100 യൂണിറ്റാണ്. അവിടെ 100 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 80 രൂപ വെച്ചിട്ട് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ എമൗണ്ട് കോളത്തിൽ 8,000 രൂപ സ്ക്രാപ്പായിട്ട് റിയലൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വേറെ ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? വല്ല ക്ലോസിങ് സ്റ്റോക്കോ, ഞാൻ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസിങ് സ്റ്റോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ബാലൻസിങ് നടത്തുക.
1000 ഡബിൾ ലൈൻ ചെയ്യാം. ഇതിന് ഇപ്പുറത്തേക്ക് ടോട്ടൽ എടുത്ത് എഴുതാം. ഡബിൾ ലൈൻ ചെയ്യുക. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്നത് എമൗണ്ട് മുകളിലേക്ക് എഴുതുക. ഇവിടെ 1,49,000 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 1,41,000. അവിടെ 180 യൂണിറ്റ് കുറയുമ്പോൾ 850 യൂണിറ്റ്സ്. ഇപ്പോൾ ഇവിടെ എന്താ എഴുതുക? ഇത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബൈ പ്രോസസ് ബി അക്കൗണ്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ എന്ന് എഴുതാം. ഇനി ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. CPU കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1,41,000 ഡിവൈഡഡ് ബൈ 850 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 165.88 പെർ യൂണിറ്റ്. 165 രൂപ 88 പൈസയാണ് വരിക. അത് 166 റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു യൂണിറ്റിൻ്റെ എമൗണ്ടാണ്. അങ്ങനെ ഒരു യൂണിറ്റിൻ്റെ എമൗണ്ട് 880 യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരും റൗണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൗണ്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സാണ് ബി പ്രോസസ്സാണ്. ബി പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ആദ്യം എടുത്ത് എഴുതാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ടു പ്രോസസ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 850 യൂണിറ്റ്സ്, then 1,41,000 rupees, 1,41,000 രൂപ 880 യൂണിറ്റ്സ്. വേറൊന്നുമില്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഈ എക്സ്പെൻസുകളൊക്കെ എഴുതുക. ഇവിടെ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുതിയൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊന്നും അഡീഷണൽ ക്വാണ്ടിറ്റി നമുക്ക് തന്നിരുന്നില്ല. ഇവിടെ രണ്ടാമത്തെ പ്രോസസ്സിൽ, അതായത് പ്രോസസ് ബിയിൽ മെറ്റീരിയൽസിന് യൂണിറ്റ് അഡീഷണൽ തന്നിട്ടുണ്ട്. അതിന് വാല്യൂ തന്നിട്ടുണ്ട്. 200 രൂപയാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ 14,000 രൂപ എമൗണ്ട് കോളത്തിൽ എഴുതണം. ഇതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇങ്ങനെയും വരാം കേട്ടോ. അതുകൂടി കുട്ടികൾ മനസ്സിലാക്കുക. മെറ്റീരിയൽസ്, പിന്നെ വേജസ്. വേജസ് 12,000. $12,000 വേജസ് കഴിഞ്ഞാൽ അടുത്ത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. 5,000 എമൗണ്ട് എഴുതാം. ഇത്രയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? അഡീഷണൽ ഇൻഫർമേഷൻസ് ആദ്യത്തെ പാരഗ്രാഫിലാണ് കൊടുത്തിട്ടുള്ളത്, അവിടേക്ക് പോവുക. എ ആൻഡ് ബി, ദെൻ ഓരോ പ്രോസസ്സിലും 5% തന്നെയാണ് വരുന്നത്. ഓരോ പ്രോസസ്സിലും 5% തന്നെയാണ് ലോസ് ഇൻ വെയിറ്റ്. അപ്പോൾ അതിൽ മാറ്റമില്ല. ഇപ്പോൾ ഇവിടെയും എന്ത് ചെയ്യാം? ബൈ ലോസ് ഇൻ
ബൈ ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ല, ഇവിടെ തന്നെ എഴുതാം. 850 പ്ലസ് 70. ഇവിടെ ഇൻപുട്ട് കൂടി അല്ലേ, 920 വരും. 920 യൂണിറ്റാണ് വരിക ഇൻറ്റു 5/100. അപ്പോൾ 920 യൂണിറ്റ് വരുമ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 92 ആണ് അല്ലേ, 5% എന്ന് പറയുമ്പോൾ 46. അപ്പോൾ ഇവിടെ 46 യൂണിറ്റാണ് വരുന്നത്, 46 യൂണിറ്റ്. അതേപോലെ തന്നെയാണ് ബൈ സ്ക്രാപ്പ്. അതിനെങ്ങനെ നമ്മൾ ചെയ്യുന്നു? 850 അവിടെ ഇൻപുട്ടാണ്, അതത് യൂണിറ്റിൻ്റെ ഇൻപുട്ട്, അതത് പ്രോസസ്സിൻ്റെ ഇൻപുട്ട്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 200 രൂപയാണ് ഇൻറ്റു 200. അപ്പോൾ ഇവിടെ 10% വരുമ്പോൾ 10/100 അറ്റ് ദ റേറ്റ് ഓഫ് ₹200 പെർ യൂണിറ്റ്. അപ്പോൾ 850 പ്ലസ് 70 920 യൂണിറ്റ്സ് ആണ് സ്ക്രാപ്പ്. അതിന് 10% ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം 92 ആണ് സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ്, 92 യൂണിറ്റാണ്. ആ 92 യൂണിറ്റിന് ഓരോ യൂണിറ്റിനും 200 രൂപ വെച്ചിട്ടാണ് നമുക്ക് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ 18,400 ആണ് സ്ക്രാപ്പ് എമൗണ്ട് ആയിട്ട് വരുന്നത്. 18,400 18,400 ആണ് സ്ക്രാപ്പ് യൂണിറ്റ്സ്. ഇനി വേറെ ഒന്നും തന്നെ നമുക്ക് എഴുതാനില്ല. സാധാരണത്തെ പോലെ രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കൂട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ബാലൻസിങ്ങിന് അങ്ങനെ ഒരു റൂളൊന്നുമില്ല. കൂടുതലുള്ള സൈഡ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സൈഡ് കൂട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 0 920, ഇവിടുത്തെ ടോട്ടൽ 1,72,000. അതെന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. 920 then 1 lakh. ഇനി ബാലൻസ് ചെയ്യാം. ഇപ്പോൾ 920 എന്ന് പറയുമ്പോൾ 782 യൂണിറ്റ്സ് ആണ് വരുന്നത്. 782 യൂണിറ്റ്സ്. അവിടെ 1,53,600 1,53,600. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത പ്രോസസ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 2 പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ എന്താ എഴുതുക? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. കഴിഞ്ഞിട്ടില്ല. CPU കാണണം. CPU = 1 53,600 ഡിവൈഡഡ് ബൈ 782 റുപ്പീസ് എത്രയാണ്? 196.42. 196.42. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി എടുക്കുന്നതിന് മുൻപായിട്ട് പ്രോബ്ലം ചെയ്ത് കഴിയുന്ന സമയത്ത് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്തിട്ടുള്ള മെത്തേഡ് ശ്രദ്ധിക്കുക. സ്ക്രാപ്പ് ആയാലും ലോസ് ആയാലും ആ പ്രോസസ്സിൻ്റെ ഇൻപുട്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് അഡീഷണൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്രോസസ്സ് ബി. അവിടെ നമ്മൾ ലോസ് ഇൻ വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? 2 യൂണിറ്റും കൂടി കൂട്ടി. അതായത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എടുക്കേണ്ടി വന്ന കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 850 + 70 920 മുകളിലാണ് അപ്ലൈ ചെയ്തത്. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ക്വസ്റ്റ്യൻ കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്താണ്? സ്ക്രാപ്പ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് വരുന്നത്.
രണ്ടാമത്തെ സമയത്ത് രണ്ടാമത്തെ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇൻപുട്ടിൻ്റെ മുഴുവനായിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ മുകളിലാണ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്, റേറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ അടുത്ത ടോപ്പിക്ക് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയ്റ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് ആൻഡ് പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ലോസ് ഇൻ വെയ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സ്ക്രാപ്പ് സെയിൽ ഓഫ് സ്ക്രാപ്പ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ ഇതിൽ വരുന്ന അഡീഷണലായിട്ട് ഇപ്പോൾ വരുന്ന ഹെഡിൻ്റെ പ്രത്യേകത എന്താ? പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്നാണ്. പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് വളരെ ഈസിയാണ്. പക്ഷേ പലപ്പോഴും കുട്ടികളിത് തെറ്റിക്കുന്നത് ഇതിൻ്റെ ഡിവിഷൻ തരുന്നതാണ് കുട്ടികൾക്ക് തെറ്റാറുള്ളത്. എന്തായാലും ഞാൻ ആദ്യം ഇത് എന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിരുന്നത് ഒരു പ്രോസസ്സിലത്തെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ എ ബി സി 3 പ്രോസസ്സ് ഉണ്ടെങ്കിൽ എയുടെ ഔട്ട്പുട്ട് ബിയിലേക്ക് മാറ്റും, ബിയുടെ ഔട്ട്പുട്ട് സിയിലേക്ക് മാറ്റും, സിയുടെ ഔട്ട്പുട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് മാറ്റും. ഇതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇതിന് പകരം നമ്മളോട് പറയാണ് ആദ്യത്തെ പ്രോസസ്സ് എയുടെ 40% വെയർഹൗസിലേക്ക് മാറ്റണം ഫോർ സെയിൽസ്. ആ സ്റ്റേജിൽ സെയിൽ ചെയ്യുന്നു. 60% അടുത്ത പ്രോസസ്സിലേക്ക്, ഫർദർ പ്രോസസ്സിലേക്ക്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാമല്ലോ, ക്രൂഡ് ഓയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പല സ്റ്റേജിൽ നിന്നാണ് ഓരോ പ്രോഡക്റ്റുകളും വരുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അത് ഒരു പ്രോഡക്റ്റ് ആയി. ആ സ്റ്റേജിൽ അതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അത് വിൽക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ എ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടിൻ്റെ 40% വെയർഹൗസിലേക്ക് മാറ്റണം, 60% അടുത്ത പ്രോസസ്സിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ പ്രോസസ്സ് വരച്ച് ബാലൻസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ അവിടെ എഴുതാൻ പാടില്ല. അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ എഴുതി വയ്ക്കണം. എന്നിട്ട് അതിനെ 40-60 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, എഴുതാൻ. അടുത്ത പ്രോസസ്സിലേക്ക് ബി പ്രോസസ്സിലേക്ക് അപ്പോൾ എത്ര മാത്രമേ പോകുള്ളൂ? എ പ്രോസസ്സിൽ നിന്ന് 60% പോകുള്ളൂ. ഇനി അടുത്ത പ്രോസസ്സിൽ വീണ്ടും എന്താണ്, ഇതേപോലെ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും, 30-70 എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെയും എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം, 30-70 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് പ്രോബ്ലം. വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ ഈ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 66 and 2/3%. ആൻഡ് ട്രാൻസ്ഫർ ടു വെയർഹൗസ് 33 and 1/3%. ഇത് ആണ് പല കുട്ടികളും തെറ്റിക്കുന്നത്. ഇത് ഒരു സിമ്പിൾ കാര്യമാണ്. 66 and 2/3% എന്ന് പറഞ്ഞാൽ 2/3 ആണ്. 33 and 1/3% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാമല്ലോ, ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു ടഫായിട്ടുള്ളൊരു ടോപ്പിക്കല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔട്ട്പുട്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 42 എക്സാമ്പിൾ 5 ആണ്. കേരള കെമിക്കൽസ് ലിമിറ്റഡ് മാനുഫാക്ചർ ആൻഡ് സെൽ ദെയർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺസിക്യൂട്ടീവ് പ്രോസസ്സസ്. The products of these processes are dealt with as under. Transfer to next process. Process 1 62 and 66 and 2/3%. പ്രോസസ് 2 60%. പ്രോസസ് 3 ഇല്ല, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഒന്നും തന്നെ ഇല്ല. ദെൻ ട്രാൻസ്ഫർ ടു വെയർഹൗസ് ഫോർ സെയിൽ. പ്രോസസ് 1 33 and 1/3%. പ്രോസസ് 2 40%. പ്രോസസ് 3 100%. ഇനി ഞാൻ അടുത്ത സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്ര നേരം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. In such process 4% of the weight put is lost. 4% weight loss ആണ്. And 6% is scrap. 6% scrap ആണ്, which is realized ₹3 per ton from process 1. ഒന്നാമത്തെ പ്രോസസ്സിൽ 3 രൂപയും രണ്ടാമത്തെ പ്രോസസ്സിൽ 5 രൂപയും മൂന്നാമത്തെ പ്രോസസ്സിൽ 6 രൂപയാണ് എന്തിൽ കിട്ടുന്നത്? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടുന്നു. ഇനി അതിൻ്റെ ഡീറ്റെയിൽസാണ്, ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ഷോയിങ് കോസ്റ്റ് പെർ ടൺ ഓഫ് ഈച്ച് പ്രോസസ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിലും ഇതേപോലെ തന്നെ പ്രോസസ് 1 അക്കൗണ്ടാണ് വരുന്നത്. പ്രോസസ് 1 account and
പ്രോസസ് 2 ആണ്. 3 പ്രോസസ്സ് ഉണ്ട്, 1 2 3. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. ടു റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ടൺസ് എന്നുള്ള പ്രോസസ് 1 1400 ടണ്ണാണ്. അപ്പോൾ 1400 ടൺ എഴുതി. അതിൻ്റെ വാല്യൂ തൊട്ട് താഴെ തന്നിട്ടുണ്ട് 10 രൂപയാണ്. അപ്പോൾ 14,000 രൂപ. റോ മെറ്റീരിയൽസ് കഴിഞ്ഞാൽ അടുത്തത് വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് ആണ്. ടു വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ്. വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് 5152. 5152. ഇത്രയാണ് എക്സ്പെൻസ് തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത്, അതായത് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക. നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇൻ സച്ച് പ്രോസസ് 4% ഓഫ് ദ വെയിറ്റ് പുട്ട് ഈസ് ലോസ്റ്റ് ആൻഡ് 6% ഈസ് സ്ക്രാപ്പ് വിച്ച് ഫ്രം പ്രോസസ് 1 റിയലൈസ്ഡ് 3 രൂപ, 2 റിയലൈസ്ഡ് 5 രൂപ, 3 റിയലൈസ്ഡ് 6 രൂപ. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് എന്താണ് വെയ്റ്റിൽ വ്യത്യാസമില്ല. അപ്പോൾ വെയ്റ്റ് ലോസ് 4%, സ്ക്രാപ്പ് 6%. അപ്പോൾ ഇവിടെ എഴുതുക ബൈ ലോസ് ഇൻ വെയ്റ്റ്. ലോസ് ഇൻ വെയ്റ്റ് 4%. എത്രയുടെ 4%? ഇൻപുട്ടിൻ്റെ. ഇൻപുട്ട് എത്രയാ? 1400 ഇൻറ്റു 4/100. ഇതാണ് ഇൻപുട്ട്. ഇൻപുട്ട് ക്വാണ്ടിറ്റിയാണ് വരിക. ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിൻ്റെ 4%. യൂണിറ്റ്സിൻ്റെ 4% എന്ന് പറയുമ്പോൾ 56 യൂണിറ്റ്. എമൗണ്ടില്ല. അതേപോലെ തന്നെ എന്താണ്, ബൈ സ്ക്രാപ്പ്. സ്ക്രാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ടിൻ്റെ തന്നെ 6%. 6% എത്രയാണ്? ഇൻപുട്ടിൻ്റെ 6% റിയലൈസ് ചെയ്യുന്നത് 3 രൂപ. ഫസ്റ്റ് പ്രോസസ്സിൽ ഇവിടെ എന്താണ്, അറ്റ് ദ റേറ്റ് ഓഫ് ₹3 പെർ യൂണിറ്റ്. അപ്പോൾ 6% എന്ന് പറയുന്നത് 84 യൂണിറ്റാണ്. 84 യൂണിറ്റാണ്. അതിന് 84 യൂണിറ്റിന് നമുക്ക് 3 രൂപ വെച്ച് റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ 84 × 3 = എത്ര? 252. 252 രൂപ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്സ് 66 ആൻഡ് 2/3%, ട്രാൻസ്ഫേർഡ് ടു വെയർഹൗസ് ഫോർ സെയിൽ എന്ന് പറയുന്നത് 33 ആൻഡ് 1/3%. അതായത് നമ്മുടെ ബാലൻസ് കിട്ടുന്നതിനെ നമ്മൾ 2 ആക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. എന്നിട്ട് വേണ്ടതറിയാൻ ബാലൻസ് ചെയ്യാൻ എങ്ങനെയാണ്, ഈക്വലായിട്ട് വരയ്ക്കുക. ഇവിടെ 1400, ഇവിടെ 2, 5, 1, 9, 1.
19,152 1400 ഡബിൾ ലൈൻ ചെയ്യുക. ഇതന്നെ ഇങ്ങോട്ട് എഴുതി വയ്ക്കുക. 1400 19,152 ഡബിൾ ലൈൻ ചെയ്യുക. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ എഴുതാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് വർക്കിംഗ് നോട്ടിൽ എഴുതണം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ യൂണിറ്റ്സിൽ ബാലൻസ് വരുന്നത് എത്രയാണ്? 1400 ബാലൻസ് വരിക എന്ന് പറയുന്നത് എത്രയാണ്? 0 6 1260. കുട്ടികളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ദെൻ അടുത്ത കോളത്തിൽ, അപ്പോൾ ഇതാണ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് 1260 വരുന്നത്. ഇനി നമുക്ക് എമൗണ്ട് കോളത്തിൽ വരുന്ന ബാലൻസ്, എമൗണ്ട് കോളത്തിൽ വരുന്ന ബാലൻസ് 0 0 9 8 1 18,900 ഇതാണ് വരുന്നത്. അപ്പോൾ 1260 ഈ കോളത്തിൽ ഇവിടെ വരും. ഞാനിവിടെ തൽക്കാലത്തേക്ക് എഴുതുന്നുണ്ട്. 1260 അടുത്ത ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. ഇവിടെ 18,900. പക്ഷേ സാധാരണഗതിയിൽ പ്രോസസ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാണ് പതിവ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്? ഇവിടെ അടുത്ത പ്രോസസ്സിലേക്ക് 66 and 2/3%, അതായത് 2/3 മാത്രമേ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. 1/3 ഇവിടെ നിന്ന് തന്നെ വെയർ ഹൗസിലേക്ക് മാറ്റണം സെയിൽസിന് വേണ്ടിയിട്ട്. ആ സ്റ്റേജിൽ നമ്മൾ സെയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പല ടൈപ്പ് പ്രോസസ്സിങ് ഉണ്ടാവാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 1/3 നമ്മൾ വെയർ ഹൗസിലേക്ക് മാറ്റുന്നു, 2/3 എവിടേക്ക് മാറ്റുന്നു? അടുത്ത പ്രോസസ്സിലേക്ക് മാറ്റുന്നു. അപ്പോൾ രണ്ടിൻ്റെയും എന്ത് കണ്ടാൽ മതി? 1260 ഇൻറ്റു 1/3 കാണുക. അതെവിടേക്കാണ്? അത് വെയർ ഹൗസിലേക്ക്. അതുപോലെ തന്നെ 18,900 ഇൻറ്റു 1/3. 1/3 എന്ന് പറയുന്നത് 33 and 1/3% ആണ്. അതിനെയാണ് 1/3 എന്ന് പറയുന്നത്, അല്ലേ? ഇത് കണ്ടിട്ട് നമുക്ക് എവിടേക്ക് എഴുതാം? അത് വെയർ ഹൗസിലേക്ക് മാറ്റണം. അപ്പം ഞാനിവിടെ എഴുതുന്നുണ്ട് ബൈ വെയർഹൗസ് 33 and 1/3%. ഇനി ഇത് മായ്ക്കാലോ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ 1/3 എത്ര? 1260 1/3 എന്ന് പറയുന്നത് 420 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു 420 യൂണിറ്റ്സ്. ദെൻ ഇതിൻ്റെ 1/3 എത്രയാണ്? 18,900 1/3 എന്ന് പറയുന്നത് 6,300, 6,300. വെയർ ഹൗസിലേക്ക് മാറ്റി, അല്ലേ? ഇനി അടുത്തത്, അത് കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക്, പ്രോസസ് 2ലേക്ക് മാറ്റേണ്ടതാണ്. അതെങ്ങനെയാണ്? 1260 തന്നെ 66 and 2/3%, ദാറ്റ് ഈസ് 2/3. അതുപോലെ തന്നെ 18,900 എത്രയാണ്? 66 and 2/3%, ദാറ്റ് ഈസ് 2/3, അല്ലേ? അപ്പോൾ 1260 2/3 എന്ന് പറയുമ്പോൾ 840. ദെൻ 18,900 2/3 എന്ന് പറയുമ്പോൾ 12,600. അപ്പോൾ പ്രോസസ് ടു അക്കൗണ്ട്, ഇത് ട്രാൻസ്ഫർ ആണെന്ന് അറിയാൻ ബ്രാക്കറ്റിൽ T എന്ന് കൊടുക്കാം. പ്രോസസ് ടു അക്കൗണ്ട് എത്രയാണ്? 840 യൂണിറ്റ്സ്, 12,600. രണ്ടും കൂടി കൂട്ടിയാൽ നമുക്കിത് കിട്ടും. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ചെയ്യാൻ എന്താണുള്ളത്? ഇനിയും നമുക്ക് ചെയ്യണം എന്താണ്? 18,900 ഞാനിവിടെ എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? 18,900, 12,600 18, അതെ 18,900. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യാനുണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ്.
അതും വർക്കിംഗ് നോട്ടിൽ ചെയ്യണം. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 18, ഇതാണ് കോസ്റ്റ് 18,900 ഡിവൈഡ് ബൈ 1,260 ഈസ് ഈക്വൽ ടു റുപ്പീസ് 15. 15 രൂപ പെർ യൂണിറ്റാണ് വരിക. അതും നമ്മൾ എവിടെ എഴുതി വയ്ക്കണം? നമ്മുടെ വർക്കിംഗ് നോട്ടിൽ എഴുതി വയ്ക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇത്തരം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ ബാലൻസിങ് എമൗണ്ട് 2ആയിട്ട് ഡിവിഷൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ചെയ്യുക, നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതാതിരിക്കുക, റഫായിട്ട് വേറെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. എന്നിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടേക്ക് ഡിവൈഡ് ചെയ്ത് എഴുതുക. ദെൻ CPU അത് എവിടെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വർക്കിംഗ് നോട്ടിൽ തന്നെ CPU കൂടി കണക്കാക്കുക. അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കുറച്ച് സ്പേസ് കൂടെ അവിടെ CPU എഴുതി വയ്ക്കുക, കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതി വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രോസസ് 2 എഴുതാം. അടുത്ത പ്രോസസ് 2 അക്കൗണ്ടാണ്. പ്രോസസ് 2 അക്കൗണ്ടിൽ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ പ്രോസസ് 2 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക പ്രോസസ് 1ൽ നിന്ന്. അപ്പോൾ 2 പ്രോസസ് 1 അക്കൗണ്ട് 840, then 12,600. അടുത്ത സാധാരണ ഇതുപോലെയുള്ള ഐറ്റംസ് എഴുതുക. റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ എഴുതുക. ഇവിടെയും റോ മെറ്റീരിയൽസ് ഉണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ യൂണിറ്റ് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. റോ മെറ്റീരിയൽസ് 160 യൂണിറ്റ് റോ മെറ്റീരിയൽസ് തന്നിട്ടുള്ളത്. 16 രൂപയാണ് 160. അപ്പോൾ 2,560, 2,560. ദെൻ ഇനി വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ്. വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇവിടെ തന്നിട്ടുള്ളത് 3,140, 3,140. ഇത്രയായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഇൻ വെയ്റ്റിന് പെർസെൻറ്റേജിൽ മാറ്റില്ല, സ്ക്രാപ്പിനും മാറ്റില്ല. അപ്പോൾ അത് എഴുതുക ബൈ ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞ് ലോസ് ഇൻ വെയ്റ്റ് 840 പ്ലസ് 160. അപ്പോൾ 840ഉം 60ഉം 900, 100, 1000 കിട്ടും. അതിൻ്റെ എത്ര ശതമാനമാണ്? 4%. ഈസി ആയിട്ടുള്ളൊരു എമൗണ്ട് ഒന്ന്. 4% എന്ന് പറയുമ്പോൾ 40 യൂണിറ്റ്. ദെൻ അടുത്തത് സ്ക്രാപ്പ്. സ്ക്രാപ്പിനിപ്പോൾ പ്ലസ് ഇട്ട് എഴുതണ്ടല്ലോ. 1000 ഇൻറ്റു 6/100 ഇൻറ്റു 6/100 എന്ന് പറയുന്നത് സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ് കാണാനാണ്. ഇനി അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോസസ് 2ൽ 5 രൂപയാണ് ഒരു ടണ്ണിന്. അപ്പോൾ ഇൻറ്റു 5, അപ്പോൾ ഇവിടെ 60. 60 ഇൻറ്റു 5 300. ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഇവിടെ 1000, അവിടെ 18,300, ഇവിടെ 1000, ഇവിടെ 18,300. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 100 യൂണിറ്റ് ആകുമ്പോൾ 900 യൂണിറ്റ്സ് വരും. ഇവിടെ 18,300 ബാലൻസ് ചെയ്യുമ്പോൾ 18,000 വരും. പക്ഷേ ഇവിടെയും ഇതുപോലെ ഡിവൈഡ് ചെയ്യണം, വെയർ ഹൗസിലേക്ക് ഡിവൈഡ് ചെയ്യണം, പ്രോസസ് 3 അക്കൗണ്ടിലേക്കും മാറ്റി വയ്ക്കണം. അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാരണം കൊണ്ട് അത് എഴുതി വയ്ക്കുക. ഞാനിവിടെ എഴുതുന്നു ബൈ വെയർ ഹൗസ്. അപ്പോൾ ഇവിടെ പ്രോസസ് 2ന് വേറെ പെർസെൻറ്റേജാണ്, 60% 60%. വെയർ ഹൗസിലേക്ക് 40%. വെയർ ഹൗസിലേക്ക് 40%. എന്തിൻ്റെ 40%? 900ൻ്റെയും 18,000ൻ്റെയും 40% വെയർ ഹൗസിലേക്കും. ടു പ്രോസസ്
3 അക്കൗണ്ടിലേക്ക് 60% ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയത് ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുക, നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുള്ള 900 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ വാല്യൂ ഓഫ് റുപ്പീസ് 18,000. 900 യൂണിറ്റും 18,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നമ്മൾ 60-40 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 900നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 360 യൂണിറ്റ്സ് കിട്ടും. 360 യൂണിറ്റ്സും എമൗണ്ടിൽ 7,200 ആണ് കിട്ടുക, 7,200. അതുപോലെ തന്നെ 60% എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കുക, ഇതിൽ നിന്ന് കുറച്ചാലും കിട്ടും. 540 ഇത് മാറ്റിയാലോ, 540 യൂണിറ്റ്സ് 18,000നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10,800. 10,800. ഇനി അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കണ്ട പോലെ CPU കാണണം അല്ലേ? CPU എങ്ങനെ കാണാം? 18,000 ഡിവൈഡഡ് ബൈ 900 ഈസ് ഈക്വൽ ടു 18,000 divided by 900 is equal to rupees 20 per unit, 20 രൂപ കേട്ടോ. ഇനി നമുക്ക് പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് പോകാം. ഇനി നമുക്ക് പ്രോസസ് 3 അക്കൗണ്ടാണ്. ഇവിടെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മാത്രം എടുത്ത് എഴുതുക. എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടു പ്രോസസ് 2 അക്കൗണ്ട്. ഇവിടേക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് 540 യൂണിറ്റ്സും അതുപോലെ തന്നെ 10,800 റുപ്പീസുമാണ്, അല്ലെങ്കിൽ 10,800 വാല്യൂ ഉള്ള 540 യൂണിറ്റ്സാണ്. ഇവിടെ റോ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെയും റോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ പ്രോസസ്സിലും റോ മെറ്റീരിയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ 1,260 ആണ് പറഞ്ഞിട്ടുള്ളത്. 1,260, 1,260 അത് 7 രൂപയിലാണ്. അപ്പോൾ 8,820. ഇനി റോ മെറ്റീരിയൽസ് കഴിഞ്ഞാൽ വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ്. വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് അതിവിടെ 2,898. 2,898 എക്സ്പെൻസ് എഴുതി കഴിഞ്ഞാൽ ബൈ ലോസ് ഇൻ വെയ്റ്റ് അത് 4% തന്നെ. പക്ഷേ 540 പ്ലസ് 1,260 ഇപ്പോഴാണ് ടോട്ടൽ വെയ്റ്റ് ആവുക ഇൻറ്റു 4%. 1,260, 40, 1,300, 1,800ൻ്റെ മുകളിലാണ് കാണുക. അപ്പോൾ 72, 72 യൂണിറ്റ് സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അതേപോലെ തന്നെ സ്ക്രാപ്പ് ഇനിയിപ്പോൾ നേരിട്ട് എഴുതാമല്ലോ നമുക്ക്. ഇൻറ്റു 6/100 ഇൻറ്റു 6% സ്ക്രാപ്പ്. അതിന് എത്ര രൂപയാണ് റിയലൈസ് ചെയ്യുന്നത്? 6 രൂപ. 6 രൂപ. അപ്പോൾ സ്ക്രാപ്പ് വരുന്നത് 108 രൂപയാണ്. 108 യൂണിറ്റാണ് സ്ക്രാപ്പ് വരുന്നത്. 6 രൂപ വെച്ച് 648 രൂപയാണ്. 648 റുപ്പീസ്. അപ്പോൾ 1,800 വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. 1,260, 540 കഴിഞ്ഞ പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത്. അതിൻ്റെ കൂടെ 1,260 കൂടി ചേർത്തപ്പോൾ നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് ആണ് അതിൻ്റെ 6%. ആ ഓരോ സ്ക്രാപ്പഡ് യൂണിറ്റ്സിനും 6 രൂപ വെച്ച് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ റിസീവ് ചെയ്യുന്നു. ഇനി വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഇവിടെയും നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇല്ല, ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ് ഫോർ സെയിൽ പറഞ്ഞിട്ടുള്ള 100%. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവിഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഫുൾ എമൗണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അർത്ഥം. 1,800 ഇവിടെ 22,500
518. ഡബിൾ ലൈൻ ചെയ്യാം, അത് ഇങ്ങോട്ട് എടുത്തെഴുതാം. 1800 22,518. ഡബിൾ ലൈൻ ചെയ്യാം. ദെൻ ബാലൻസ് ചെയ്ത് കിട്ടുന്നത് 1620. അപ്പുറത്ത് കിട്ടുന്നത് 21,870. ഇവിടെ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, 100% പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഇതൊക്കെയാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാലും നമ്മൾ എന്ത് ചെയ്യണം? CPU കാണണം. CPU എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ ഇതിൽ 13 രൂപ 50 പൈസയാണ് പെർ യൂണിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. ഈ ഡിവിഷൻ ഡിവൈഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വേറെ സ്പെഷ്യാലിറ്റീസ് ഒന്നും ഈ ക്വസ്റ്റ്യനില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.